السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിലെ വളായിഫു ഷഹ്രി റമളാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്ന ഭാഗം, അതിൻ്റെ മുഖ്തസറാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ്, അവസാനത്തെ ദർസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദർസിൽ 4 കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. 4 കാര്യങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതും 4 കാര്യങ്ങളിൽ 2 അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതും 2 ഇല്ലാതെ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളൊരു അസർ പറയുകയുണ്ടായി. മർഫൂ ആയിക്കൊണ്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചാണെങ്കിലും സഹിയായി വന്നിട്ടില്ല, പിന്നെ സഹാബിയുടെ വാക്കായിരിക്കണം. എന്നാലും അതിൽ പറഞ്ഞ ആശയം ശരിയാണ്. 2 അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹും ഇസ്തിഗ്ഫാറുമാണ്. നിങ്ങൾക്ക് നിർബന്ധമായും ആവശ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞത് സ്വർഗത്തെ ചോദിക്കലും നരകത്തിൽ നിന്ന് രക്ഷ തേടലുമാണ്. ഇനി ഈ 4 കാര്യങ്ങളെ സംബന്ധിച്ച് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയുകയാണ്, ഫഹാദിൽ ഖിസാലുൽ അർബഅ അൽ മദ്കൂറ ഫി ഹാദിൽ ഹദീസ് കുല്ലു മിൻഹാ സബബുൻ ലിതഖിൽ വൽ മഗ്ഫിറ. ഈ പറഞ്ഞ 4 കാര്യങ്ങളും എന്താണ്? അത് കാരണമാണ് പാവമോചനം ലഭിക്കാനും നരകത്തിൽ നിന്ന് മോചിക്കപ്പെടാനുമെല്ലാം കാരണമാണ്. ഈ റമളാനിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പാവമോചനം ലഭിക്കലും നരകത്തിൽ നിന്ന് മോചിതനാവലാണ് നരകത്തിൻ്റെ ജസാകളിൽ പ്രധാനപ്പെട്ടിട്ടുള്ളത്. റമളാനിൻ്റെ ജസായിൽ, റമളാനിൻ്റെ പ്രതിഫലത്തിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിനുള്ള കാരണങ്ങളായി ഈ 4 കാര്യങ്ങൾ പറയാണ്. ഈ 4 കാര്യങ്ങളിലെയും ഓരോന്നിനെയും പറ്റി ഇബ്നു റജബ് ഹംബലി പറയുന്നു. ഫഅമ്മാ കലിമത്തു തൗഹീദ് എന്നത് فإنها تهدم الذنوب وتمحوها محوا ولا تبقى ذنبا ولا يسبقها عمل. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തഹ്ദിമു ദുനൂബ, പാപങ്ങളെ ഇല്ലാതാക്കി കളയും, പാപങ്ങളെ തകർത്ത് കളയും. വതംഹുഹാ മഹ്വൻ വലാ തുബ്ഖാ ദംബൻ, അത് മായ്ച്ചു കളയും. ഒരു മായ്ക്കലുണ്ടാവും, അതിൻ്റെ ഒരു പാപവും ബാക്കിയല്ലാത്ത രീതിയിൽ. പല ആയത്തുകൾ കൊണ്ടും പല ഹദീസുകൾ കൊണ്ടും അറിയിക്കപ്പെട്ടിട്ടുള്ള ഒരാശയമാണത്. തൗഹീദ് ഉൾക്കൊള്ളുന്നതിലൂടെ ഒരാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതും മായ്ച്ചു കളയുന്നതുമാണ് എന്നുള്ളത്. അപ്പോൾ അത്രയും മഹത്തായ കാര്യമാണ് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്, കലിമത്തു തൗഹീദ്. വലാ യസ്ബിഖുഹാ അമലുൻ, അതിനെ മുൻകടക്കുന്ന വേറൊരു കർമ്മവുമില്ല. അഥവാ കർമ്മങ്ങളിൽ വെച്ച് അഫ്ളലുൽ ഹസനാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നന്മകളിൽ വെച്ച് ഏറ്റവും വലുത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതിനെ മറ്റൊന്നും മറികടക്കില്ല, അത്രയും മഹത്തരമാണത്. വഹിയ തഅദിലു ഇത്ഖ റിഖാബ് അല്ലദി യൂജിബു അൽ ഇത്ഖ മിനൻ നാർ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എന്തിനു തുല്യമാവും? അടിമയെ മോചിപ്പിക്കുന്നതിന് തുല്യമാകും. അതെന്ത് നിർബന്ധമാക്കും? നരകത്തിൽ നിന്ന് അവൻ മോചിതനാകാൻ നിർബന്ധമാവുകയും ചെയ്യും. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പല ഹദീസുകളും വന്നിട്ടുണ്ട്. 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്നവരുടെ പ്രതിഫലത്തിൽ 10 അടിമകളെ മോചിപ്പിച്ചാണ് വന്നിട്ടുണ്ട്. അതല്ല 10 തവണ പറയുന്നതിൽ, പ്രത്യേകിച്ചും ഫജറിനും മഗ്രിബിന് ശേഷം പറയുന്നതിൽ 4 അടിമകളെ, വലുത് ഇസ്മായിൽപ്പെട്ട 4 അടിമകളെ മോചിപ്പിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അടിമകളെ മോചിപ്പിക്കുന്നതിന് പകരമാവും ഈ കലിമത്തു തൗഹീദ്. അതെന്താകും? അത് നരകമോചനത്തിനും കാരണമാകും. വമൻ അതാ ബിഹാ 4 മിറാർ ഹീന യുസ്ബിഹു വഹീന യുംസി. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് രാവിലെയും വൈകുന്നേരവും, ഹദീസിൽ കാണാം 10 തവണ രാവിലെയും വൈകുന്നേരം പറഞ്ഞാൽ 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമുണ്ട് എന്ന നിലക്ക് വന്നിട്ടുണ്ട്. അഅ്തഖഹുല്ലാഹു മിനൻ നാർ. അപ്പോൾ അങ്ങനെ ആ ചൊല്ലുന്നവന് എന്തുണ്ടാകും? നരകത്തിൽ നിന്നുള്ള മോചനമുണ്ടാകും. വമൻ ഖാലഹാ ഖാലിസൻ മിൻ ഖൽബിഹി, ആരാണോ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, ഹറമഹുല്ലാഹു അലൻ നാർ, അവൻ്റെ മേലെ അള്ളാഹു നരകത്തെ ഹറാമാക്കും. അതും ഹദീസിൽ വന്നിട്ടുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി ദഖലൽ ജന്ന, അല്ലെങ്കിൽ ഹറമഹുല്ലാഹു അലൻ നാർ എന്നുള്ള ആശയത്തിലൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്.
ഇഖ്ലാസോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവന് നരകമോചനം ഉണ്ടാവും. അപ്പോൾ കലിമത്ത് തൗഹീദിൻ്റെ പ്രാധാന്യം അവിടെ പറഞ്ഞു. അഥവാ ഈ റമളാനിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട കാര്യങ്ങൾ എന്ന നിലക്ക് ചില 4 എണ്ണി പറഞ്ഞതാണ്. അതിലൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അത് ഏറ്റവും വലിയ നന്മയാണ്. രണ്ടാമത്തേത് വമ്മ കലിമത്തുൽ ഇസ്തിഗ്ഫാർ. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാറിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഫമിൻ അഅ്വമി അസ്ബാബിൽ മഗ്ഫിറ, അത് അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കാനുള്ള ഏറ്റവും മഹത്തായ കാരണമാണ്. ഫഇന്നൽ ഇസ്തിഗ്ഫാർ ദുആഉം ബിൽ മഗ്ഫിറ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കലാണ്. അഥവാ നരകമോചനവും മഗ്ഫിറത്തുമാണ് റമളാനിൽ കൊണ്ട് നേടുന്ന മഹത്തായ പ്രതിഫലങ്ങൾ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നരകമോചനത്തിന് കാരണമാകുന്ന, പാപങ്ങൾ മായ്ച്ചു കളയാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ എന്നുള്ളത് അതും ഈ പാപമോചനത്തിന് കാരണമാകുന്ന കാര്യമാണ്. കാരണം എന്താണ്? ആ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ തന്നെ ദുആഉ ബിൽ മഗ്ഫിറ, മഗ്ഫിറത്തിനെ ചോദിച്ചു കൊണ്ടുള്ള ദുആ ആണ്. വദുആഉ സ്വാഇമി മുസ്തജാബുൻ ഫീ ഹാലി സിയാമിഹി വഇൻദ ഫിത്രിഹി. നോമ്പുകാരൻ്റെ പ്രാർത്ഥന എന്നുള്ളത്, ദുആ എന്നുള്ളത് ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. അവൻ നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിലും അതുപോലെ തന്നെ അവൻ നോമ്പ് തുറക്കുന്ന ആ സന്ദർഭത്തിലുമെല്ലാം ആ ദുആ ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിലും നോമ്പ് തുറക്കുന്ന ആ സമയത്തെല്ലാം ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മുമ്പ് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വഖദ് സബഖ ഹദീസ് അബി ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഹദീസിലൊരു ഭാഗം മുമ്പ് നമ്മൾ പറഞ്ഞു. അബൂ ഹുറൈറ അവൻ്റെ വാക്കായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വയുഗ്ഫറു ഫീഹി യഅനി ഷഹ്ർ റമളാൻ ഇല്ലാ ലിമൻ അബ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഈ റമളാൻ മാസത്തിൽ എല്ലാവർക്കും പാപങ്ങൾ പൊറുക്കപ്പെടും ഇല്ലാമൻ അബ, വിസമ്മതിച്ചവനൊഴികെ എന്ന് അബൂ ഹുറൈറ പറഞ്ഞു. ഖാലു, അപ്പോൾ ഇത് ഉദ്ധരിച്ചു കൊടുക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ, വമൻ അബ, ആരാണ് വിസമ്മതിച്ചവർ എന്ന് പറഞ്ഞാൽ? ഖാല മൻ അബ അൻ യസ്തഗ്ഫിറല്ലാഹ അസ്സ വജൽ, ആരാണോ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടാൻ, മഗ്ഫിറത്തിനെ ചോദിക്കാൻ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ വിസമ്മതിച്ചത് അവനൊഴികെ. അപ്പോൾ റമളാനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട തൗഹീദ് പഠനം, പ്രാവർത്തികമാക്കൽ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുറുകെ പിടിക്കണം. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ധാരാളം നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കണം. ഖാല അൽ ഹസനു അക്സിറു മിനൽ ഇസ്തിഗ്ഫാർ. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിക്കുക. ഫഇന്നകും ലാ തദ്റൂൻ, തീർച്ചയായും നിങ്ങൾക്കറിയില്ല, മത്താ തൻസിലുർ റഹ്മ, എപ്പോഴാണ് നിങ്ങൾ ആ റഹ്മത്തിൻ്റെ സമയം, റഹ്മത്ത് ഇറങ്ങുന്ന സമയം നിങ്ങൾ നേടിയെടുക്കുക എന്ന്. അഥവാ ചില സമയങ്ങളുണ്ട് അള്ളാഹുവിന് അടിമകളിൽ തീരുമാനിച്ചിട്ടുള്ളത്. ആ സമയത്ത് എന്ത് ചോദിച്ചാലും അള്ളാഹു തആല ഉത്തരം ചെയ്യുന്ന സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന സമയമുണ്ട്. അപ്പോൾ ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിക്കുക. ആ റഹ്മത്ത് ഇറങ്ങുന്ന സമയത്താണ് എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എപ്പോഴാണത് ഇറങ്ങുന്നതെന്ന് അറിയില്ല. വഖാല ലുക്മാൻ ലിബ്നിഹി, ഹക്കീമായിരുന്ന ലുക്മാൻ അൽ ഹക്കീം തൻ്റെ മകനോട് ഒരിക്കൽ പറയുകയുണ്ടായി, യാ ബുനയ്യ, മകനെ, അവ്വിദ് ലിസാനക ലിസ്തിഗ്ഫാർ, നിൻ്റെ നാവിൽ എപ്പോഴും ഇസ്തിഗ്ഫാർ നീ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഫഇന്ന ലില്ലാഹി സഅാതിൻ ലാ യറുദ്ദു ഫീഹിന്ന സായിലൻ, കാരണം അള്ളാഹുവിന് ചില സമയങ്ങളുണ്ട്, ആ സമയത്ത് അള്ളാഹു തആലയോട് ചോദിക്കുന്നവരെ അള്ളാഹു തആല തള്ളിക്കളയുകയില്ല. അല്ലെങ്കിൽ എന്തായാലും ഉത്തരം ചെയ്യപ്പെടുന്ന ചില സമയങ്ങൾ എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളിലും നമുക്കുണ്ട്, ചില പ്രത്യേക സമയങ്ങളുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹും ഇസ്തിഗ്ഫാറും പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, വഖദ് ജമഅ അല്ലാഹു ബൈന തൗഹീദ് വൽ ഇസ്തിഗ്ഫാരി ഫീ ഖൗലിഹി തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെയും ഇസ്തിഗ്ഫാറിനെയും കൂടി ജംഅ ചെയ്തുകൊണ്ട്, ഒരുമിച്ചുകൊണ്ട് ഈ ആയത്തിൽ പറഞ്ഞു. സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിൽ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക്. ഫഅലം, നീ അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ഇലാഹില്ല, വസ്തഗ്ഫിർ ലിദംബിക്, നിന്റെ പാപങ്ങൾക്ക് നീ നിന്റെ പാപത്തിന് നീ ഇസ്തിഗ്ഫാർ തേടുകയും വേണം. വഫി ബഅദുൽ ആസാർ, ചില അസറുകൾ കാണാം, ഇന്ന ഇബ്ലീസ ഖാല, ഇബ്ലീസ് പറയുകയുണ്ടായി, അഹ്ലക്തു നാസ ബിദ്ദുനൂബി വഹ്ലകൂനി ബിലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ, ഞാൻ പാപങ്ങളെ കൊണ്ട് മനുഷ്യരെ നശിപ്പിക്കുന്നു, അഥവാ മനുഷ്യരെ പാപങ്ങൾ ചെയ്യിപ്പിച്ച് പ്രേരിപ്പിച്ച് അവരെ നാശത്തിലാക്കുന്നു. വഹ്ലകൂനി, അവരെന്നെ നശിപ്പിക്കുന്നത്, അതിനെതിരാകുന്നത് ബിലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടുമാണ്. അപ്പോൾ മുറുകെ പിടിക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായി ഈ രണ്ട് കാര്യങ്ങൾ. നാം കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കേണ്ടായി, ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധമെല്ലാം
ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പോലെയുള്ളവർ സുദീർഘമായി വിശദീകരിച്ചത്, പല രീതിയിൽ അതിൻ്റെ വജ്ഹുകൾ വിശദീകരിച്ചത് കാണാം. വലിസ്തിഗ്ഫാറു ഖിതാമുൽ അഅമാലി സ്വാലിഹത്തി കുല്ലിഹാ. ഇനി ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സൽക്കർമ്മമാവട്ടെ, നന്മയായിട്ടുള്ള ഏത് കർമ്മമാവട്ടെ, അതിൻ്റെ എല്ലാം പര്യവസാനം, അത് അവസാനിപ്പിക്കേണ്ടത് ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. ഫതുഖ്തമു ബിഹി സ്വലാത്തു വൽ ഹജ്ജ് വ ഖിയാമുൽ ലൈൽ. ആ ഇസ്തിഗ്ഫാർ കൊണ്ടാണ് നിസ്കാരം അവസാനിപ്പിക്കേണ്ടത്. നിസ്കാരത്തിന് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചെല്ലണം. വൽ ഹജ്ജിൻ്റെ അവസാനത്തിൽ ഇസ്തിഗ്ഫാർ ചെല്ലാൻ കൽപ്പനയുണ്ട്. വ ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം കഴിഞ്ഞ് അസ്ഹാറിൻ്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വയുഖ്തമു ബിഹിൽ മജാലിസ്, സദസ്സുകൾ, ആ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ അവസാനിക്കുമ്പോൾ കഫാറത്തുൽ മജ്ലിസായി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്നുള്ള ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. ഫൈൻ കാന ദിക്റൻ, അത് അള്ളാഹുവിനെ പറ്റി പറയുന്ന, അള്ളാഹുവിനെ പറ്റി ചർച്ച ചെയ്യുന്ന, ദീനിനെ പറ്റി ചർച്ച ചെയ്യുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന അതുവാണെങ്കിൽ പോലും കഫാറത്തുൽ മജ്ലിസായിട്ടുണ്ട്. കാനത്താബി അലൈഹ, ആ ദിക്റിൻ്റെ സദസ്സിലും വേറെ തെറ്റൊന്നുമില്ല, അനാവശ്യ സംസാരങ്ങളില്ല, ദീന് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എങ്കിൽ കൂടി അത് പിരിഞ്ഞു പോകുമ്പോൾ കഫാറത്തുൽ മജ്ലിസ് പറയണം. അതെന്തിനാണ്? അതിനെ അവസാനിപ്പിക്കാൻ, അതിന് നല്ല രീതിയിൽ അതിൻ്റെ ഒരു അവസാനമായിക്കൊണ്ട്. വൈൻ കാനത് ലഹ്വൻ, ഇനി അതല്ല അനാവശ്യമായിട്ടുള്ള കളിയും ചിരിയും തമാശയുമായിട്ടുള്ള സംസാരങ്ങളാണെങ്കിലോ കാന കഫാറത്തൻ ലഹ, അതിൽ എന്തെങ്കിലും ഹറാമായ നിലക്ക്, മക്രുഹായ നിലക്ക്, ന്യൂനതയുള്ള നിലക്കൊക്കെ സംസാരം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കഫാറത്താണ്. ഫകദാലിക യംബഗി അൻ യുഖ്തമ സിയാമു റമളാൻ ബിൽ ഇസ്തിഗ്ഫാർ. അതുപോലെ തന്നെ റമളാനിൻ്റെ ഈ നോമ്പിനെ അവസാനിപ്പിക്കേണ്ടതും ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. കതബ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇലൽ അംസാർ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ വ്യത്യസ്ത നാടുകളിലുള്ള ഗവർണർമാർക്ക് അദ്ദേഹം എഴുതുകയുണ്ടായി. യഅ്മുറുഹും, എഴുതിയുണ്ടായിരുന്ന വിഷയം, യഅ്മുറുഹും ബി ഖത്മി ശഹ്രി റമളാൻ ബിൽ ഇസ്തിഗ്ഫാരി വസ്സദഖ. അവരോട് കൽപ്പിച്ച വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റമളാനിനെ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടത്, അതിനെ അവസാനിപ്പിക്കേണ്ടത് ഇസ്തിഗ്ഫാർ കൊണ്ടും സദഖ കൊണ്ടുമാണ്. സദഖത്തിൽ ഫിത്ർ, സദഖ എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത് എന്ന് പറയും. ഫിത്ർ സക്കാത്തുമാണ് സദഖത്തിൽ ഫിത്ർ, ഫിത്റിൻ്റെ ആ സക്കാത്ത് കൊടുക്കുക, സദഖ കൊടുക്കുക. ഫൈന സദഖത്തൽ ഫിത്രി തുഹ്റത്തുൻ ലിസ്വാഇമി മിനൽ ലഗ്മി വറഫത്ത്. ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്, സക്കാത്തിന് സദഖ എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നോമ്പുകാരന് അവന് വന്നിട്ടുള്ള ബാക്കിയുള്ള കുറവുകൾ, അവൻ്റെ വീഴ്ചകൾ, അതിനുള്ള പരിഹാരമാണ്. വലിസ്തിഗ്ഫാറു യർഖഉ മാ തഖറഖ മിനസ്സിയാമി ബില്ലഗ്വി വറഫത്ത്. ഇസ്തിഗ്ഫാർ എന്നുള്ളതോ യർഖഉ മാ തഖറഖ മിനസ്സിയാമി ബില്ലഗ്വി വറഫത്ത്, അത് ഒരുവനെ മൂടും, അല്ലെങ്കിൽ നോമ്പിന് സംഭവിച്ചിട്ടുള്ള ഇതുപോലുള്ള കുറവ് കൊണ്ട് നോമ്പിന് കീറൽ വന്നിട്ടുണ്ട് എങ്കിൽ, നോമ്പിന് എന്തെങ്കിലും പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ തേച്ചൊട്ടിച്ച് നേരാക്കുന്ന, അല്ലെങ്കിൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്തിഗ്ഫാർ ഉപകരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കുറവുകളെ പരിഹരിക്കാൻ ഇസ്തിഗ്ഫാർ ഉണ്ടാകണം എന്ന് പറഞ്ഞു കാണാം. അപ്പോൾ ഏതൊരു അമലിനെയും അവസാനിപ്പിക്കുന്നത് ഇസ്തിഗ്ഫാർ കൊണ്ടായിരിക്കണം. നല്ലതാണെങ്കിലും അല്ലെങ്കിൽ ഈ സദസ്സ് വേറെ വല്ല സദസ്സാണെങ്കിലൊക്കെ. വലിഹാദ ഖാല ബഅ്ദുൽ ഉലമാഇൽ മുതഖദ്ദിമീൻ, അതുകൊണ്ടാണ് മുൻഗാമികളിൽപ്പെട്ട ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഇന്ന സദഖത്തൽ ഫിത്ർ ലിസ്സാഇമി കസജ്ദതൈ അസ്സഹ്വി ലിസ്സലാ. ഈ നോമ്പുകാരൻ്റെ ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം, നിസ്കാരത്തിലെ സുനനുകളോ വാജിബാത്തുകളോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവസാനം സഹ്വിൻ്റെ സുജൂദ് ചെയ്യുന്നത് പോലെ, അതിന് പകരം നിൽക്കാൻ വേണ്ടി, ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി സഹ്വിൻ്റെ സുജൂദ് ചെയ്യുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് നോമ്പുകാരൻ്റെ ഫിത്ർ സക്കാത്ത്. അഥവാ നോമ്പിൽ എന്തെങ്കിലും കുറവുകളും വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി. വഖാല ഉമർ ബിൻ അബ്ദുൽ അസീസ് ഫി കിതാബിഹി, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഇത്ര കൂടി പറയുകയുണ്ടായി, ഖൂലു കമാ ഖാല അബൂക്കും ആദം, നിങ്ങളുടെ ഉപ്പയായ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ നിങ്ങൾ പറയുക, റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന മിനൽ ഖാസിരീൻ. സൂറത്തുൽ അഅറാഫിലെ 23-ാമത്തെ ആയത്തിൽ വന്നിട്ടുള്ള ദുആ. ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവിയും അല്ലാഹു സുബ്ഹാനഹു വതആല വിരോധിച്ചൊരു കാര്യം ചെയ്തതിൻ്റെ അനന്തരഫലമായി ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ആദ്യത്തെ ദുആ ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടാണ്. എന്താണത്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ,
വലംന അൻഫുസന ഞങ്ങളോട് തന്നെ ബുൽമു പ്രവർത്തിച്ചു പോയി, അതിക്രമം പ്രവർത്തിച്ചു പോയി. വൈലം തഗ്ഫിർ ലന നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ, വതർഹംന ഞങ്ങളോട് കാരുണ്യം കാണിച്ചിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ തീർച്ചയായും നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ എന്നുള്ള ദുആ അതുപോലെ നിങ്ങൾ പറയുക എന്ന് പറയാണ്. അഥവാ ഇസ്തിഗ്ഫാർ മഗ്ഫിറത്തിനെ തേടുന്നത്. എന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് ആ കത്തിൽ എഴുതി, വഖൂലു കമാ ഖാല നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ നിങ്ങൾ പറയുക. സൂറത്ത് ഹൂദിലെ 47-ാമത്തെ ആയത്ത്, വഇല്ലാ തഗ്ഫിർ ലി വതർഹംനി അകും മിനൽ ഖാസിരീൻ നീ എനിക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ, കാരുണ്യം കാണിച്ചിട്ടില്ല എങ്കിൽ ഞാൻ നഷ്ടക്കാരിൽപ്പെട്ടു പോകും എന്ന് നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ പറയുക. വഖൂലു കമാ ഖാല ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതുപോലെ നിങ്ങൾ പറയുക. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ അള്ളാഹുവിനെ കുറിച്ച് മഹത്തായ വാക്കുകൾ, അള്ളാഹുവിൻ്റെ മഹത്തായ ചില വിശേഷങ്ങളെ പറ്റി പരാമർശിച്ചിട്ട് അള്ളാഹുവിനെ പറ്റി പറയുന്നുണ്ട്. വല്ലദീ അത്മഉ എങ്ങനെയുള്ളവനാണ് അള്ളാഹു? അത്മഉ ഞാൻ കൊതിക്കുന്നു, അയ്യഗ്ഫിറ ലി എനിക്ക് പുറത്തു നൽകുമെന്ന്, ഖതീഅതി എൻ്റെ അബദ്ധങ്ങൾ, യൗമദ്ദീൻ പ്രതിഫലം നൽകുന്ന ആ ദിവസത്തിൽ, അന്ത്യനാളിൽ. വഖൂലു കമാ ഖാല മൂസ ഇപ്പോൾ പറഞ്ഞത് സൂറത്ത് ശുഅറയിലെ 82-ാമത്തെ ആയത്താണ്. അടുത്ത മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ പറയുക എന്ന് പറഞ്ഞ് സൂറത്തുൽ ഖസസിലെ 16-ാമത്തെ ആയത്ത് കൊടുക്കുന്നുണ്ട്. റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി റബ്ബെ ഞാൻ എൻ്റെ നഫ്സിനോട് ഞാൻ ദുൽമു ചെയ്തു, എനിക്ക് നീ പുറത്തു നൽകണമേ. വഖൂലു കമാ ഖാല ദുന്നൂൻ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ നിങ്ങൾ പറയുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ സൂറത്തുൽ അൻബിയായിലെ 87-ാമത്തെ ആയത്താണ്. ലാ ഇലാഹ ഇല്ലാ അൻത നീ അല്ലാതൊരു ഇലാഹില്ല, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഞാൻ അക്രമികളിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് നബിമാർ, സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള നബിമാർ, അവർ അവരുടെ ദുആകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിച്ചുകൊണ്ട്, ഇസ്തിഗ്ഫാറിനെ ചോദിച്ചുകൊണ്ടൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അള്ളാഹുവിനോട് തേടുക എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള നാടുകളിലേക്ക് അദ്ദേഹം കത്തെഴുതി അയക്കാറുണ്ടായിരുന്നു ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ. റമളാനിനെ അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നിടത്ത്. അപ്പോൾ റമളാൻ അവസാനിക്കുന്ന അവസാന 10ലേക്ക് നാം പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ അവസാനത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക എന്നുള്ളത്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ള പറയുകയാണ്, അസ്സിയാമു ജുന്നത്തുൻ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരിചയാണ്. മിനന്നാർ നരകത്തിൽ നിന്ന് മാലം യുഖദ്ദിഖ്ഹ അതിനെ കീറിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൽ കീറൽ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ, അതിനെ പൊളിച്ചിട്ടില്ല എങ്കിൽ. വൽ കലാമുസ്സയ്യു യുഖർരിഖു ഹാദിഹിൽ ജുന്ന മോശപ്പെട്ട സംസാരങ്ങൾ, തെറ്റായിട്ടുള്ള സംസാരങ്ങൾ, സംസാരത്തിൻ്റെ ഇനത്തിൽ വരുന്ന എന്തോ കളവോ ഗീബത്തോ നമീമത്തോ എന്തോ ആവട്ടെ, അത് ഈ പരിചയെ പൊളിച്ചു കളയും, ഈ പരിചയിൽ വിള്ളലുണ്ടാക്കും, അതിനെ കീറും. വൽ ഇസ്തിഗ്ഫാർ യുറഖിഉ മാ തഖറഖ മിൻഹാ ഇസ്തിഗ്ഫാർ എന്നുള്ളത് എന്താണോ അതിൽ പൊളിഞ്ഞു പോയിട്ടുള്ളത്, എന്താണോ അതിൽ വിള്ളൽ വന്നിട്ടുള്ളത്, കീറിപ്പോയിട്ടുള്ളത്, അതിനെ വീണ്ടും കവർ ചെയ്ത് ഒട്ടിച്ച് പഴയ പോലെ ആക്കാൻ ഇസ്തിഗ്ഫാർ ഉപകരിക്കും. ഫസിയാമുന ഹാദ നമ്മുടെ ഈ നോമ്പ് യഹ്താജു ഇലാ ഇസ്തിഗ്ഫാരിൻ നാഫിഇൻ വഅമലിൻ സാലിഹിൻ ലഹു ഷാഫിഉൻ നമ്മുടെ ഈ നോമ്പിന് എന്താവശ്യത്തിലേക്കുള്ളവനാണ്, ആവശ്യക്കാരനാണ്, ഉപകാരപ്രദമായിട്ടുള്ള ഏറ്റവും നല്ല ഇസ്തിഗ്ഫാറിലേക്കും സൽക്കർമ്മങ്ങളിലേക്കും അതിന് ഒരു തുടർച്ചയായി അതിനൊരു ശുപാർശകനാകുന്ന നിലക്ക് ആവശ്യക്കാരനാണ്. ഇസ്തിഗ്ഫാർ ആവശ്യമാണ് അതിൻ്റെ കുറവുകളെ പരിഹരിക്കാൻ. കം നുഖർരിഖു സിയാമനാ ബിസിഹാമിൽ കലാം ثم نرقعه وقد اتسع الخرق على الراقع എത്ര നമ്മുടെ നോമ്പുകളാണ് ഇങ്ങനെ കീറിപ്പോയിട്ടുള്ളത്, നമ്മുടെ വാക്കിൻ്റെ അമ്പുകൾ കൊണ്ട്, അഥവാ മോശപ്പെട്ട സംസാരങ്ങൾ കൊണ്ട് നമ്മുടെ നോമ്പ് എത്ര കീറിപ്പോയിട്ടുണ്ട്. സുമ്മൻ ഉറഖ്ഉഹു പിന്നെ അതിനെ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നു. വഖദിത്തസ്അൽ ഖറഖു അലർ റാഖി പക്ഷേ എത്ര ഒട്ടിച്ചാലും അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ വിള്ളലും കയറും നിൽക്കുന്ന അവസ്ഥ ചിലപ്പോഴൊക്കെ ഉണ്ടാകും. കം നർഫു ഖുറൂഖഹു ബിമിഖിയതിൽ ഹസനാത്ത് സുമ്മ നഖ്തഉഹു ബിഹിസാമിസ് സയ്യിആത്തിൽ ഖാത്തി നമ്മളതാ ഈ വീണിട്ടുള്ള അല്ലെങ്കിൽ കീറിപ്പോയിട്ടുള്ളതൊക്കെ നന്മയുടെ നൂലുകൊണ്ട്, നന്മയുടെ സൂചി കൊണ്ട് തുന്നിപ്പിടിപ്പിക്കുന്നു. പിന്നെ അത് വീണ്ടും വാളുകൾ കൊണ്ട്, അഥവാ പാപങ്ങളുടെ വാളുകൾ കൊണ്ട് അതിനെ മുറിച്ച് കളയുകയും ചെയ്യുന്നു എന്ന നിലക്ക് പറയുകയാണ്. അഥവാ ഇസ്തിഗ്ഫാറിനേക്കാൾ ചിലപ്പോൾ നമ്മുടെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ നിർബന്ധമായിട്ടുള്ള ആവശ്യകതയാണ് എന്ന്.
كان بعض السلف إذا صلى صلاة استغفر من تقصيره فيها كما استغفر المذنب من ذنبه. സലഫുകളിൽ ചില പറഞ്ഞത് കാണാം, ഏതൊരു നിസ്കാരം നിസ്കരിച്ചാലും അതിൻ്റെ കുറവുകളിൽ നിന്ന് ഇസ്തിഗ്ഫാർ തേടണം. ഏതുപോലെ ഒരു പാപിയായിട്ടുള്ള ഒരുവൻ അള്ളാഹുവിനോട് അവൻ്റെ പാപത്തിൽ നിന്ന് ഇസ്തിഗ്ഫാർ തേടുന്ന പോലെ. നമുക്കറിയാം, നിസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ തേടാറുണ്ടായിരുന്നു. ആ ഇസ്തിഗ്ഫാർ തേടണം. അത് ഏതുപോലെ ഒരു പാപി ആയിട്ടുള്ള ഒരുവൻ ആ പാപത്തിൽ നിന്ന് ഇസ്തിഗ്ഫാർ തേടുന്നത് പോലെ. ഇദാ കാന ഹാദാ ഹാലൽ മുഹ്സിനീന ഫീ ഇബാദാതിഹിം. എന്നിട്ട് ഇബ്നു റജബ് പറയാണ്, നന്മ ചെയ്യുന്ന മുഹ്സിനീകളായിട്ടുള്ള ആളുകളുടെ അവരുടെ ഇബാദത്തുകളിലുള്ള അവസ്ഥ തന്നെ എങ്ങനെയാണെങ്കിൽ ഫകൈഫ ഹാലുൽ മുസീഇന മിസ്ലിനാ ഫീ ആദാതിഹിം. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ പാപങ്ങൾ നമ്മുടെ ശീലമായിക്കൊണ്ട് നമ്മുടെ സ്ഥിരശീലങ്ങളിൽ തന്നെ പാപങ്ങൾ സംഭവിക്കുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതായത് ഇബാദത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകൾ പോലും അതിൻ്റെ കുറവിന് വേണ്ടി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയാണ്. നമ്മളാണെങ്കിലോ അല്ലാതെ ശീലമായി തന്നെ നമ്മുടെ കയ്യിൽ പാപങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മളപ്പോൾ എത്രത്തോളം ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് ഇബ്നു റജബ് ഒരു തൻബീഹ്, ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. എന്നിട്ട് പറയുന്നു, വഖരീബു മിൻ ഹാദാ അംറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിആയിഷത ഫീ ലൈലത്തുൽ ഖദ്രി ബിസുആലിൽ അഫ്വ്. അപ്പോൾ ഈ ഒരു ആശയത്തെ, റമദാനിൻ്റെ അവസാനം അത് ഇസ്തിഗ്ഫാർ കൊണ്ടായിരിക്കണം എന്നുള്ള ഈ ആശയത്തെ അറിയിക്കുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന സമയത്ത് സുആലുൽ അഫ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ദുആ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഫൈനൽ മുഅ്മിന യജ്തഹിദു ഫി ശഹ്രി റമളാൻ ഫി സിയാമിഹി വ ഖിയാമിഹി. ഒരു മുഅ്മിൻ റമളാൻ മാസത്തിൽ അവൻ്റെ നോമ്പ് കൊണ്ടും രാത്രി നിസ്കാരവും കൊണ്ടും പരിശ്രമിക്കുന്നു, ധാരാളം പരിശ്രമിക്കുന്നു. ഫൈദാ ഖർബ ഫറാഹുഹു വസാദഫ ലൈലത്തുൽ ഖദ്ർ. അങ്ങനെ അതിൻ്റെ അവസാനം അടുത്തു കഴിഞ്ഞാൽ, ലൈലത്തുൽ ഖദ്റിനോട് ചേർന്ന് കഴിഞ്ഞാൽ, ലം യസ്അലില്ലാഹ ഇല്ലൽ അഫ്വ കൽ മുസീഇൽ മുഖസ്സിർ. എന്നിട്ടും അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, തെറ്റ് സംഭവിച്ചിട്ടുള്ള, കുറവുകൾ സംഭവിച്ചിട്ടുള്ള ഒരു പാപി അള്ളാഹുവിനോട് അഫ്വിനെ ചോദിക്കുന്നത് പോലെ അവൻ അഫ്വിനെ ചോദിക്കുകയാണ്. നോക്കൂ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും തെറ്റിദ്ധരിച്ചു പോകാറുള്ള ഒരു മേഖല കൂടിയാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. ചില ആളുകൾ, ഒരിക്കൽ ഒരു വിദ്യാർത്ഥി എന്നോട് വന്ന് ചോദിക്കുകയുണ്ടായി, ഞാൻ ഇസ്തിഗ്ഫാർ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇസ്തിഗ്ഫാർ ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് എനിക്ക് പറയണ്ടായി. ചില ആളുകളെ ശൈത്താൻ തെറ്റിച്ച് കളയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവനെ യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, കുറച്ച് പാപങ്ങൾ ചെയ്തിട്ട് നീ പോയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി. പക്ഷേ അതല്ല, അതിൻ്റെ ആ കാര്യം പിന്നീട് പറഞ്ഞു കൊടുത്തു എന്താണ് അതിൻ്റെ ആശയം എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു നന്മ ചെയ്യുന്ന, എത്ര നന്മ ചെയ്യുന്ന ആളാണെങ്കിലും അവൻ ഇസ്തിഗ്ഫാറിലേക്ക് ആവശ്യക്കാരനാണ്. നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഒരു ദുആ പഠിപ്പിച്ചു തരാൻ പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. ഒരു ഹദീസിൽ കാണാം, എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം നിസ്കാരത്തിൽ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. ആരാ ചോദിക്കുന്നത്? ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സിദ്ദീഖായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആരോടാ ചോദിക്കുന്നത്? അമ്പിയാക്കളിൽ ശ്രേഷ്ഠനായിട്ടുള്ള അഷ്റഫുൽ ഖൽഖായിട്ടുള്ള സൃഷ്ടികളിൽ തന്നെ ഏറ്റവും ഉത്തമനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അവിടുന്ന് പറഞ്ഞു കൊടുത്ത എന്താ? സ്വർഗത്തിലെ ഏറ്റവും മഹത്തരമായ സ്ഥാനം, അല്ലെങ്കിൽ ഉന്നതമായ കാര്യം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേട്ടം അല്ല. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. മഗ്ഫിറത്തിനെ ചോദിക്കാനാണ്. അല്ലാഹുവേ, ഞാൻ എന്നോട് ഒരുപാട് ദുൽമ പ്രവർത്തിച്ചു പോയിട്ടുണ്ട്, നീ പാപമോചനം നൽകണമേ, നീ പുറത്തിട്ടില്ല, അതിൻ്റെ കാരുണ്യം കിട്ടിയിട്ടില്ല എങ്കിൽ നഷ്ടക്കാരാകും എന്നുള്ള ആ ഒരു ദുആ ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആവശ്യക്കാരാണ്. അപ്പോൾ റമദാനിൽ ഏറ്റവും പരിശ്രമിക്കുന്ന ആളാണെങ്കിൽ പോലും ഒരുപാട് ഖത്ം നമ്മൾ ഓതി തീർത്തിട്ടുണ്ട്, ഒരുപാട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു, ധാരാളം സദഖ കൊടുത്തു, ധാരാളം രാത്രി നിസ്കരിച്ചു, ഒക്കെ ചെയ്തു. എന്നാലും റമദാനിൻ്റെ അവസാനത്തിൽ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വമ്മാ സുആലുൽ ജന്ന. അപ്പോൾ ആ ചർച്ച കഴിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി പറഞ്ഞു, ഇസ്തിഗ്ഫാറിനെ പറ്റി പറഞ്ഞു. ഇനി രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് സ്വർഗത്തെ ചോദിക്കലും നരകത്തിൽ നിന്ന് രക്ഷ തേടലുമാണ്. നമ്മൾ പറഞ്ഞ ഈ സംസാരം പറഞ്ഞു തുടങ്ങിയ ഭാഗത്തുനിന്ന് അതിനെപ്പറ്റി പറയാണ്. വമ്മാ സുആലുൽ ജന്നതി വൽ ഇസ്തിആദതു മിനന്നാർ. സ്വർഗത്തെ ചോദിക്കുക, നരകത്തിൽ നിന്ന് രക്ഷ തേടുക എന്നുള്ളത് ഫമിൻ അഹമ്മിദ് ദുആ. അത് ദുആകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്വർഗത്തെ ചോദിക്കലും നരകത്തിൽ നിന്ന് രക്ഷ തേടലും ദുആകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വഖദ് ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നിങ്ങൾ സ്വർഗം ചോദിക്കുക, നരകത്തിൽ നിന്ന് രക്ഷ തേടുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഹൗലഹാ നുദന്ദിനു.
അതാണ് എപ്പോഴും നമ്മളിൽ ഉണ്ടാവേണ്ടത്. നമ്മളതിനെ ചുറ്റിപ്പറ്റി എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, എപ്പോഴും അതിനെ തുറന്നുകൊണ്ടേയിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അബൂ ദാവൂദ് ധരിച്ചിട്ടുള്ളത്. ഫസ്സായിമു യുർജാ ഇസ്തിജാബത്തു ദുആഇഹി ഫയംബഗി അല്ലാ യദ്ഉ ഇല്ലാ ബിഅഹമ്മിൽ ഉമൂർ. അവനറിയാം ഒരു നോമ്പുകാരന് അവൻ്റെ ദുആ ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവൻ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ദുനിയാവിലെ വേറെ എന്ത് കാര്യം നമ്മൾ ചോദിച്ചാലും, നമുക്കിപ്പോൾ ഒരു വിവാഹമാവട്ടെ, ജോലിയാവട്ടെ, വീടാവട്ടെ, വാഹനമാവട്ടെ, അല്ലെങ്കിൽ രോഗത്തുനിന്ന് ശിഫ ആവട്ടെ, അതൊക്കെ മരണം എന്നുള്ള ഒറ്റ നിമിഷത്തിന് ശേഷം അവസാനിച്ചു പോകും. ഭൗതികമായിട്ടുള്ള ഏതൊരു കാര്യവും മരണം എന്നതിലൂടെ അവിടെ അവസാനിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. എന്നാൽ മരണത്തിന് ശേഷം നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഒന്ന് സ്വർഗപ്രവേശനവും നരകത്തിൽ നിന്നുള്ള മോചനവുമാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത്, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നത്, അവൻ വിജയിച്ചു. വഖാല തആല, മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗാവകാശികളും നരകാവകാശികളും ഒരുപോലെയാവുകയില്ല, സ്വർഗാവകാശികളാണ് വിജയികൾ. വഖാല തആല, മറ്റൊരായത്തിൽ പറഞ്ഞു, ഫഅമ്മല്ലദീന ശഖൂ ഫഫിന്നാർ. ദൗർഭാഗ്യവാന്മാർ അവർ നരകത്തിലാണ്. ഇലാ ഖൗലിഹി വഅമ്മല്ലദീന സുഇദു ഫഫിൽ ജന്ന. അതിൻ്റെ തുടർന്നുകൊണ്ട് സൗഭാഗ്യവാന്മാർ സ്വർഗത്തിലാണ് എന്നുള്ള നിലക്കൊക്കെ ആയത്തുകൾ ഖുർആനിൽ ധാരാളം ആയത്തുകൾ, ഹദീസുകളൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിൽ നമുക്ക് നിർബന്ധമായും നമ്മുടെ തേട്ടത്തിൽ ഉണ്ടായിരിക്കേണ്ട ദുആകൾ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് സ്വർഗം ചോദിക്കുക. അത് ജന്നത്തുൽ ഫിർദൗസ് തന്നെ അള്ളാഹുവിനോട് ചോദിക്കുക. നരകത്തിൽ നിന്ന് രക്ഷ തേടുക, അതിൻ്റെ ചെറിയ ഒരു ഭാഗത്തുനിന്ന് പോലും രക്ഷ തേടിക്കൊണ്ടേയിരിക്കുക. അതുമായി ബന്ധപ്പെട്ട ദുആകൾ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ എന്ന് തുടങ്ങുന്ന ദുആകൾ. ഹയ അല്ലാഹുമ്മ അസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ എന്നൊക്കെ 3ഉം 7ഉം തവണയൊക്കെ ഒരു ദിവസത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നരകവും സ്വർഗവും അള്ളാഹുവിനോട് പറയും, സ്വർഗം പറയും അവനെ പ്രവേശിപ്പിക്കണം സ്വർഗത്തിൽ, നരകം പറയും നരകത്തിൽ അകറ്റണം എന്നുള്ളതൊക്കെ. അപ്പോൾ അത് വിട്ടുകളയാൻ പാടില്ലാത്ത ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്രയും പറഞ്ഞ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ഇതിൻ്റെ ഈ ഒരു റിസാല അല്ലെങ്കിൽ ലതായിഫുൽ മആരിഫിലെ റമദാൻ മാസത്തിൻ്റെ ഭാഗം അവസാനിപ്പിക്കുന്നത്, ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ, ഇന്ന ഷഹ്റ റമദാൻ ഖദ് അസമ അലർ റഹീൽ. ഇതാ റമദാൻ മാസം അതിൻ്റെ യാത്ര ഉറപ്പിച്ചിരിക്കുന്നു. വലം യബ്ഖ മിൻഹു ഇല്ലൽ ഖലീൽ, വളരെ കുറഞ്ഞത് മാത്രമല്ലാതെ അതിൽ ബാക്കിയായിട്ടില്ല. ഫമൻ മിൻകും അഹ്സന ഫീഹി ഫഅലൈഹി തമാം. ആരാണോ ഈ റമദാനിൽ ഏറ്റവും നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല രീതിയിൽ പണിയെടുത്ത് നന്മകളൊക്കെ ചെയ്തത്, അവൻ്റെ മേലെ ഇതിൻ്റെ പൂർത്തീകരണം ഉണ്ടാവട്ടെ, അവനിത് നല്ല രീതിയിൽ പൂർത്തീകരിക്കട്ടെ. വമൻ കാന ഫറത ഫല്യഖ്തിംഹു ബിൽഹുസ്നാ ഫൽഅമലു ബിൽഖിതാം. ഇനി ആർക്കെങ്കിലും വീഴ്ചകളും കുറവുകളൊക്കെ അതിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവനിതിൻ്റെ അവസാനം ഏറ്റവും നല്ല രീതിയിൽ അവസാനിപ്പിക്കട്ടെ. കാരണം കർമ്മങ്ങൾ അതിൻ്റെ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടാണ്. ഫസ്തംതിഉ മിൻഹു ബിമാ ബഖിയ മിനൽ ലയാലിൽ യസീറ വൽ അയ്യാം. നിങ്ങൾ ഇതാ ഈ റമളാനിൽ ഇനി ബാക്കിയായിട്ടുള്ള ഈ വളരെ കുറഞ്ഞ എളുപ്പത്തിൽ തീർന്നു പോകുന്ന ഈ രാപ്പകലുകൾ അത് ഏറ്റവും നല്ല രീതിയിൽ അതിൽ നിന്നുള്ള ഉപകാരം ഉപയോഗിക്കുക. വസ്തൗദിഊഹു അമലൻ സാലിഹൻ യശ്ഹദു ലക്കും ബിഹി ഇൻദൽ മലിക്കിൽ അല്ലാം. അള്ളാഹുവിൻ്റെ മുമ്പിൽ യഥാർത്ഥ രാജാവായിട്ടുള്ള എല്ലാം അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സാക്ഷിയാകുന്ന നിലക്ക് നിങ്ങൾ ആ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങളെ ഏൽപ്പിച്ച് ഒരുക്കൂട്ടുക. വവദ്ദിഊഹു ഇൻദ ഫറാഖിഹി ബിഅസ്കാ തഹിയ്യത്തിൻ വസലാം. അതിനെ ആ റമളാൻ വിട്ടുപോകുമ്പോൾ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല പരിശുദ്ധമായിട്ടുള്ള തഹിയ്യത്ത് കൊണ്ടും യാത്രയയപ്പ് നൽകിക്കൊണ്ടും സലാം പറഞ്ഞുകൊണ്ടും അതിനെ യാത്രയയപ്പിക്കുകയും ചെയ്യുക. അഥവാ നല്ല രീതിയിലായിരിക്കണം അവസാനിപ്പിക്കേണ്ടത് എന്ന് അടിമകളോട് പറഞ്ഞു. എന്നിട്ട് റമളാനിനോട് പറയുന്ന നിലക്ക് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറയുകയാണ്, യാ ഷഹ്റ റമളാൻ, റമളാൻ മാസമേ, തറഫഖ്, നിങ്ങൾ ഒന്ന് പതുക്കെ പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് നീങ്ങി പോകാതെ ഒന്ന് മെല്ലെ ആക്കുക. ദുമൂഉൽ മുഹിബ്ബീൻ ലിദഹാബിക തദഫഖ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതാ നിൻ്റെ ഈ പോക്കിൽ അവരുടെ കണ്ണീര് പൊട്ടിയൊലിക്കുന്നുണ്ട്, അവർ കണ്ണീര് പൊഴിക്കുന്നുണ്ട്. ഖുലൂബുഹും മിൻ അലമിൽ ഫിറാഖി തശഖഖ്.
നീ പിരിഞ്ഞു പോകുന്ന വേദനയിൽ നീ പിരിഞ്ഞു പോകുന്ന വേദനയിൽ അതാ അവരുടെ കൽബുകൾ വിണ്ടുകീറുന്നുണ്ട്. അസാ വഖഫത്തുൻ ലിൽ വിദാഇ തുത്ഫിഉ മിൻ നാരി ശൗഖി മാ അഹ്റഖ്. ഒന്ന് നീ യാത്ര പോകുമ്പോൾ ഒന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചൊന്ന് സമയം നിൽക്കുന്നത്, ആ പോകുന്നതിൻ്റെ നൊമ്പരം അവൻ്റെ കൽബിലുണ്ടാകുന്ന ആ വേദനയുടെ ആ തീനെ ചിലപ്പോൾ ഒന്ന് കെടുത്തിയേക്കാം. അസാ സാഅതു തൗബത്തിൻ വഇഖ്ലാഇൻ തർഫൂ മിന സിയാമി കുല്ലമാ തഖറഖ്. ആ തൗബയുടെയും അതുപോലെ തന്നെ പാപങ്ങൾ അവസാനിപ്പിക്കാനുമുള്ള ആ സമയം, ആ കീറിപ്പോയ ആ നോമ്പിൽ നഷ്ടപ്പെട്ടു പോയ കീറിപ്പോയതിനെല്ലാം തുന്നിച്ചേർക്കുന്നൊരവസ്ഥ ഉണ്ടായേക്കാം. അസാ മുൻഖത്തിഉൻ അൻ റക്ബിൽ മഖ്ബൂലീന യൽഹഖു. അതാ ആ സ്വീകരിക്കപ്പെടുന്ന ആളുകൾ, കർമ്മങ്ങൾ ചെയ്ത് സ്വീകരിക്കപ്പെടുന്ന യാത്രാ സംഘത്തിനോടൊപ്പം ചേരാൻ പറ്റാത്ത ആളുകൾക്ക് നീ കുറച്ചൊന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൽ ചേരാൻ പറ്റിയേക്കാം. അസാ മനിസ്തൗജബന്നാർ യുഅ്തഖു. നരകം ഉറപ്പായവന് നീ കുറച്ചൊന്ന് നിന്ന് കഴിഞ്ഞാൽ മോചിപ്പിക്കപ്പെട്ടവനായേക്കാം. അസാ ഉസ്റാഉൽ ഔസാരി തുത്ലഖു. ആ അടിമകൾ, പാപങ്ങളുടെ അടിമകളായിട്ട് പോയിട്ടുള്ളവർ അതിൽ നിന്ന് മോചിതരായേക്കാം. അസാ റഹ്മത്തുൽ മൗലാ ലഹൽ ആസി യുവഫഖു. നീ ഒന്ന് കുറച്ചുകൂടി വൈകിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചൊന്ന് നിന്ന് കഴിഞ്ഞാൽ യജമാനനായ അള്ളാഹുവിൻ്റെ കാരുണ്യം ആ പാപികളുടെ മേലെ അവർക്ക് ഉണരാൻ, അവർക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു തൗഫീഖായിക്കൊണ്ട് ആ കാരുണ്യം ലഭിച്ചേക്കാം. അതായത് റമളാൻ പോകുന്നതിൻ്റെ വിഷമം ഒരു സാഹിത്യ രൂപത്തിൽ പറയുന്നു എന്ന് മാത്രം. എന്നിട്ട് 2 ബൈറ്റുകൾ കൊടുത്തുകൊണ്ട് ഈ ഒരു റിസാല, ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുകയാണ്. അസാ വഅസാ മിൻ ഖബ്ലി വഖ്തി തഫറുഖ് ഇലാ കുല്ലി മാ തർജു മിനൽ ഖൈരി തർതഖി. ചിലപ്പോഴെല്ലാം ആയേക്കാം പോകുന്നതിൻ്റെ, വിട്ടുപിരിയുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന അവസ്ഥയിലായേക്കാം. ഫയുജ്ബറു മക്സൂറുൻ വയുഖ്ബലു തായിബുൻ. തകർന്നു പോയ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ, വീഴ്ചകളൊക്കെ പറ്റിയുള്ളവൻ അത് പരിഹരിക്കാനും, തൗബ ചെയ്യുന്നവൻ്റെ തൗബ സ്വീകരിക്കാനും, വയുഅ്തഖ ഖത്താഉൻ. തെറ്റു സംഭവിച്ചവർക്ക് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനും, വയസ്അദു മൻ ശഖി. ദൗർഭാഗ്യമായിട്ടുള്ളവന് സൗഭാഗ്യം ലഭിക്കാനും ആ പിരിയുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം, അഥവാ അവസാന നിമിഷം കൊണ്ട് ചിലപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം എന്ന് പറയാം. അപ്പോൾ റമളാനിലെ അവസാന ദിവസങ്ങളാണ് നമുക്കുള്ളത്, വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ അവസാനത്തിൽ ഈ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് കൊണ്ട്, ഇഖ്ലാസ് കൊണ്ട് കർമ്മങ്ങൾ മഹത്തരമാക്കുക, ഇസ്തിഗ്ഫാർ കൊണ്ട്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച്, പ്രത്യേകിച്ചും അല്ലാഹുവിനെ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ വഅഫു അന്നി എന്നുള്ള ദുആ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ടും, അതുപോലെ സ്വർഗത്തെ ചോദിച്ചുകൊണ്ടും നരകത്തിൽ മോചനം ചോദിച്ചുകൊണ്ടും എല്ലാം, അങ്ങനെ ആ നല്ല രീതിയിൽ വേറെയുള്ള സ്വതക്കുകൾ നൽകിക്കൊണ്ടും എല്ലാം പരമാവധി ഉപയോഗിച്ച് ഈ റമളാനിൻ്റെ നേട്ടങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിലക്ക് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് അതിൻ്റെ അവസാനം പറഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഫദ്ല് കൊണ്ട് റമളാനുമായി ബന്ധപ്പെട്ട് വളരെ മഹത്തായ രീതിയിൽ എഴുതിയിട്ടുള്ള ഈ ഒരു കിതാബിലെ ഈ ഭാഗം, അല്ലെങ്കിൽ ലതായിഫുൽ മആരിഫിലെ റമളാനുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള ഈ ഭാഗം നമുക്ക് വായിക്കാൻ സാധിച്ചു. അലാ നിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നല്ല കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. അള്ളാഹു തആല ഈ റിസാലയിൽ കേട്ട ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി ഏറ്റവും നല്ല രീതിയിൽ റമളാനിനെ യാത്ര അയക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.